Today we will see the module 2 syntax analysis. Syntax analysis or parsing is the second phase of a compiler. A lexical analyzer can identify tokens with the help of regular expression. Syntax analysis എന്ന് പറയുന്നത് എന്താണ്? കമ്പൈലറിന്റെ സെക്കൻഡ് ഫേസ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫേസ് നമ്മൾ മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തു. ലെക്സിക്കൽ അനലൈസർ എന്ത് ചെയ്യുന്നു? സോഴ്സ് പ്രോഗ്രാം എന്ന സോഴ്സ് ലാംഗ്വേജിന് എന്ത് ചെയ്യുന്നു? സ്ട്രീം ഓഫ് ടോക്കൺസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമാറ്റയുടെയും അതുപോലെ തന്നെ റെഗുലർ എക്സ്പ്രഷൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് ടോക്കൺസിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായിരിക്കും ഫസ്റ്റ് ഫേസിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് സ്ട്രീം ഓഫ് ടോക്കൺസ് ആണ് കിട്ടിയിരുന്നത്. ഈ സ്ട്രീം ഓഫ് ടോക്കൺസിനെ സിൻടാക്സ് അനലൈസർക്ക് ഇൻപുട്ടായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സിൻടാക്സ് അനലൈസർ? സിൻടാക്സ് അനലൈസർ എന്ന് പറയുന്നത് ദി പാഴ്സർ റിസീവ് എ സ്ട്രീം ഓഫ് ടോക്കൺസ് ഫ്രം ദി ലെക്സിക്കൽ അനലൈസർ ആൻഡ് വെരിഫൈ ദി സ്ട്രിംഗ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ ഗ്രാമർ ഫോർ ദി സോഴ്സ് ലാംഗ്വേജ് ബൈ കൺസ്ട്രക്ടിങ് എ പാഴ്സ് ട്രീ. എന്താണ് പറയുന്നത്? സിൻടാക്സ് അനലൈസറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ലെക്സിക്കൽ അനലൈസറിൻ്റെ ഔട്ട്പുട്ടായ സ്ട്രീം ഓഫ് ടോക്കൺസ് ആണ്. ഈ സ്ട്രീം ഓഫ് ടോക്കൺസിനെ സിൻടാക്സ് അനലൈസർ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അത് വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്നു. ഈ ഗ്രാമർ വെച്ചിട്ട് എന്താണ്? പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യാണ്. ഈ പാഴ്സ് ട്രീ ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, സിൻടാക്സ് അനലൈസർ എന്ത് ചെയ്യുന്നു? ഈ സ്ട്രീം ഓഫ് ടോക്കൺസ് ലെക്സിക്കൽ അനലൈസറിൻ്റെ ഔട്ട്പുട്ടായി കിട്ടുന്ന സ്ട്രീം ഓഫ് ടോക്കൺസിനെ സെക്കൻഡ് ഫേസ് കമ്പൈലറിൻ്റെ സെക്കൻഡ് ഫേസ് ആണ് സിൻടാക്സ് അനലൈസർ. സിൻടാക്സ് അനലൈസർ എന്ത് ചെയ്യുന്നു? സ്ട്രീം ഓഫ് ടോക്കൺസിനെ, അതായത് ലെക്സിക്കൽ അനലൈസറിൻ്റെ ഔട്ട്പുട്ടായ സ്ട്രീം ഓഫ് ടോക്കൺസിനെ സിൻടാക്സ് അനലൈസർ ഇൻപുട്ടായിട്ട് എടുക്കുന്നു, റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ എന്താ പറയുക, അതൊക്കെ വെരിഫൈ ചെയ്യുന്നു. ആ ടോക്കൺസ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് ഒരു ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്നു. ആ ഗ്രാമർ എന്ത് ചെയ്യുന്നു? ആ ഗ്രാമർ വെച്ചിട്ട് പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സിൻടാക്സ് അനലൈസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാഴ്സ് ട്രീ ആണ്. ഒരു പാഴ്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് പാഴ്സിംഗ് അപ്രോച്ച് ആണുള്ളത്. ടോപ്പ് ഡൗൺ പാഴ്സിംഗ് ആൻഡ് ബോട്ടം അപ്പ് പാഴ്സിംഗ്. ദർ ആർ ടു ടൈപ്പ് ഓഫ് പാഴ്സിംഗ് അപ്രോച്ച്, ടോപ്പ് ഡൗൺ പാഴ്സിംഗ് ആൻഡ് ബോട്ടം അപ്പ് പാഴ്സിംഗ്. നെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലാണ് നമ്മൾ പറയുന്നത്. 3 ടപ്പിൾസ് ആണ്. CFG ഈസ് എ 4 ടപ്പിൾസ്. 4 ടപ്പിൾസ് മീൻസ് G ഈക്വൽ ടു VTPS. G ഈക്വൽ VTPS. G means grammar, V non-terminals, T terminals, P production, S start symbol. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. E derives E plus T, E derives E minus T, E derives T. അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഒരു ഗ്രാമർ എക്സാമ്പിളായി തന്നു എന്ന് മാത്രം. അപ്പോൾ ഗ്രാമർ എന്ന് പറഞ്ഞാൽ CFG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടപ്പിൾസ് ആണ്. CGF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടപ്പിൾസ് ആണ്. എപ്പോഴും പാഴ്സർ എന്താണ്? ഗ്രാമറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പാഴ്സർ പാഴ്സിങ് ചെയ്യുന്നത്? എന്താണ്? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗ്രാമർ ആണ്. ഓക്കെ, പാഴ്സിങ് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗ്രാമർ ആണ്. ഗ്രാമറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പാഴ്സർ പാഴ്സിങ് ചെയ്യുന്നത്. എന്നിട്ട് ഔട്ട്പുട്ടായ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, CGF എന്ന് പറയുന്നത് 4 ടപ്പിൾസ് ആണ്. G ഈക്വൽ ടു VTPS. V മീൻസ് നോൺ ടെർമിനൽസ്, T ടെർമിനൽസ്, P പ്രൊഡക്ഷൻ, S സ്റ്റാർ സിമ്പിൾ. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ജസ്റ്റ് കൊടുത്തതാണ്. ഇതെന്ന് പറയുന്നത് ETF എന്നൊക്കെ പറയുന്നത് നോൺ ടെർമിനൽസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വശത്ത് കാണുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ. അതുപോലത്തെ ഇതിനൊക്കെ നമ്മൾ എന്ത് പറയുന്നു? ടെർമിനൽസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ E എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പിൾ ആണ്. അതുപോലെ തന്നെ E ഡെറൈവ് E പ്ലസ് T എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷനാണ്. E ഡെറൈവ് E മൈനസ് T എന്ന് പറയുന്നത് വേറൊരു പ്രൊഡക്ഷനാണ്. E ഡെറൈവ്സ് T എന്ന് പറയുന്നത് വേറൊരു പ്രൊഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞു? കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത് 4 ടപ്പിൾസ് ചേർന്നതാണ്. G ഈക്വൽ ടു VTPS. അതിൽ നമ്മൾ G എന്ന് പറയുന്നത് ഗ്രാമർ ആണെന്ന് പറഞ്ഞു. ഇതിനെല്ലാം നമ്മൾ എന്ത് പറയുന്നു? ഗ്രാമർ എന്ന് പറയുന്നു. ഓക്കെ, T എന്ന് പറയുന്നത് എന്താണ്? ടെർമിനൽസ് ആണ്. ടെർമിനൽസ് നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, ലോവർ കേസ് ലെറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ടെർമിനൽസിൽ നമ്മളെപ്പോഴും ടെർമിനൽസ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. സ്മോൾ ലെറ്ററിലായിരിക്കും എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ടെർമിനൽസ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലായിരിക്കും, സ്മോൾ ലെറ്ററിലായിരിക്കും ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക.
ഇതായിരിക്കും ടെർമിനൽസ്. ഈ വശത്തെ ഉള്ളതിനെയാണ് നമ്മൾ ടെർമിനൽസ് എന്ന് പറയുന്നത്. സ്മോൾ ലെറ്ററിലാണ് കൂടുതൽ ഡിനോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ തന്നെയാണ് ഓപ്പറേറ്ററും ഉള്ളത്. അതുപോലെ തന്നെ പാരാന്തിസിസ്, കോമ, അതൊക്കെയും ഈ ടെർമിനൽസ് പെടുന്നു. അതുപോലെ തന്നെ ഡിജിറ്റ്സ് 1 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സ് എല്ലാം ടെർമിനൽസിൽ പെടും. അതുപോലെ തന്നെ ID, ഇഫ് ഇതൊക്കെയും ടെർമിനൽസിൽ പെടും. ഓക്കെ, ടെർമിനൽസ് എന്ന് പറയുന്നത് ലോവർ കേസ് ലെറ്ററിനെയാണ് നമ്മൾ ടെർമിനൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റർ, അതുപോലെ ഡിജിറ്റ്സ്, അതുപോലെ തന്നെ കോമ, പാരാന്തിസിസ്, ID, ഇഫ് അതെല്ലാം ടെർമിനൽസ് ആയിരിക്കും. നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള അപ്പർ കേസ് ലെറ്റർ ആണ്. അതിനെയാണ് നമ്മൾ നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫസ്റ്റ് സിമ്പലിനെ നമ്മൾ എന്ത് പറയുന്നു? ഈ ഫസ്റ്റ് കാണുന്നതിനെയാണ് നമ്മൾ സ്റ്റാർട്ട് സിമ്പൽ എന്ന് പറയുന്നത്. ഈ വെച്ചിട്ടാണ് ഈ ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ട് സിമ്പലാണ്. അതുപോലെ തന്നെ എന്താണ്? ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷനാണ്. ഇ ഡിറൈവ്സ് ഇ മൈനസ് ടി എന്ന് പറയുന്നത് വേറൊരു പ്രൊഡക്ഷനാണ്. ഇ ഡിറൈവ്സ് ടി എന്ന് പറയുന്നത് മറ്റൊരു പ്രൊഡക്ഷനാണ്. എഫ് ഡിറൈവ്സ് ഐ ഡി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷനാണ്. എഫ് ഡിറൈവ്സ് പാരാന്തിസിസ് ഇ എന്ന് പറയുന്നത് വേറൊരു പ്രൊഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിൻടാക്സ് അനാലിസിസിനെ കുറിച്ചാണ്. സിൻടാക്സ് അനാലിസിസ് എന്ന് പറയുന്നത് കമ്പൈലറിൻ്റെ സെക്കൻഡ് ഫേസ് ആണ്. എന്ത് ചെയ്യുന്നു? സിൻടാക്സ് അനലൈസർ ടോക്കൺസ്, സ്ട്രീം ഓഫ് ടോക്കൺസിനെ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്തിട്ട് ആ ഗ്രാമർ വെച്ച് അനലൈസ് ചെയ്തിട്ട് ഒരു പാഴ്സ് ട്രീ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഗ്രാമർ അക്സെപ്റ്റബിൾ ആണോ അങ്ങനെയാണോ എന്നൊക്കെ നോക്കുന്നത് ആരാണ്? ഈ സിൻടാക്സ് അനലൈസർ ആണ്. ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാമറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ടെർമിനൽസ് ഉണ്ടായിരിക്കും, നോൺ ടെർമിനൽസ് ഉണ്ടായിരിക്കും, പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്റ്റാർട്ട് സിമ്പലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഡെറിവേഷൻ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഇതൊരു ഗ്രാമറാണ്. ഇ ഡിറൈവ്സ് ഇ പ്ലസ് ഇ, അതുപോലെ തന്നെ ഇ ഡിറൈവ്സ് ഇ സ്റ്റാർ ഇ, ഇ ഡിറൈവ്സ് മൈനസ് ഇ ഡിറൈവ്സ് പാരാന്തിസിസ് ഇ ഡിറൈവ്സ് ഐ ഡി. ഇതെല്ലാം എന്താണ്? ഒരു ഗ്രാമറാണ്. നമുക്ക് തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ഗ്രാമറാണ്. ഈ ഒരു ഗ്രാമറിൽ നമ്മൾ കുറച്ച് സ്ട്രിങ് നമുക്ക് കിട്ടും. ആ സ്ട്രിങ് അക്സെപ്റ്റബിൾ ആവോ? ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇ ഡിറൈവ്സ് ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി. ഇതൊരു സ്ട്രിങ് ആണ്, എനിക്ക് കിട്ടിയ ഒരു സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ് ഈ ഒരു ഗ്രാമർ അക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കുന്നതാണ് നമ്മുടെ പാഴ്സറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിറൈവ്സ് ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി എന്ന് പറയുന്ന ഒരു ഗ്രാമർ ഒരു സ്ട്രിങ് നമുക്ക് കിട്ടും. ആ സ്ട്രിങ് നമ്മുടെ ഈ ഗ്രാമർ അക്സെപ്റ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് നമ്മുടെ പാഴ്സറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പാഴ്സറിന് ഗ്രാമർ അറിയണം, അതുപോലെ തന്നെ കിട്ടുന്ന സ്ട്രിങ് ഗ്രാമർ വെച്ച് അക്സെപ്റ്റബിൾ ആണോ എന്ന് അറിയണം. ഓക്കെ, അത് നമുക്ക് 2 തരത്തിലുള്ള മെക്കാനിസം ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ആ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആ റൂൾസൊക്കെ വെച്ച് ഇൻപുട്ട് സ്ട്രിങ് അക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കുന്ന ഒരു മെക്കാനിസമാണ്. അതിന് നമുക്ക് അക്സെപ്റ്റബിൾ ആണോ നോക്കുക എങ്ങനെയാണ്? ഈ ഗ്രാമറിൽ നമുക്ക് കിട്ടുന്ന സ്ട്രിങ് റീറൈറ്റ് ചെയ്തിട്ട് അക്സെപ്റ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് 2 തരത്തിലാണുള്ളത്. 2 ടൈപ്പ്: ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആൻഡ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാർട്ടിങ് സിമ്പിൾ എപ്പോഴും ലെഫ്റ്റ് മോസ്റ്റ് എന്നായിരിക്കും. റൈറ്റ് മോസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രിങ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രൊഡക്ഷനാണ്, ഒരു CFG ആണ്. ഇതാണ് നമ്മുടെ ഗ്രാമർ. ഇ ഡിറൈവ്സ് ഇ പ്ലസ് ഇ ഡിറൈവ്സ് ഇ സ്റ്റാർ ഇ ഡിറൈവ്സ് മൈനസ് ഇ ഡിറൈവ്സ് പാരാന്തിസിസ് ഇ ഡിറൈവ്സ് ഐ ഡി. ഇതാണ് ഗ്രാമർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാമർ. നമുക്ക് കിട്ടുന്ന സ്ട്രിങ് ആണ്. അപ്പോൾ ഒരു സ്ട്രിങ് കിട്ടി നമുക്ക്. ഇതാണ് നമ്മുടെ ഗ്രാമർ. ഈ ഗ്രാമർ വെച്ചിട്ട് പാഴ്സറിന് ഈ സ്ട്രിങ് അക്സെപ്റ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഗ്രാമർ. ഈ ഗ്രാമർ വെച്ച് ഈ ഒരു സ്ട്രിങ് അക്സെപ്റ്റബിൾ ആണോ എന്നാണ് പാഴ്സർ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇ എന്ന് പറയുന്നതാണ് സ്റ്റാർട്ടിങ് സിമ്പിൾ. നമ്മൾ എന്ത് ചെയ്യും? ഇ എന്ന് പറയുന്നതാണ് സ്റ്റാർട്ടിങ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇനെ നമ്മൾ എടുത്തു. ഫസ്റ്റ് നമ്മൾ ഇ എന്ന് പറയുന്നത്, ഈ ഒരു ഐഡിയെ നമുക്ക് എന്തായി റീറൈറ്റ് ചെയ്യാം? ഇ ഡിറൈവ്സ് ഇ പ്ലസ് ഇ എന്ന് പറയുന്നതായി നമ്മൾ റൈറ്റ് ചെയ്തു. ഓക്കെ, ഇ ഡിറൈവ്സ് ഐ ഡി എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇതാണ് സ്ട്രിങ് ആയിട്ട് കിട്ടുന്നത്. ഈ ഒരു സ്ട്രിങ് അക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ ഇ ഡിറൈവ്സ് ഇ പ്ലസ് ഇ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. ഓക്കെ, ഇനെ നമുക്ക് എന്തായി റൈറ്റ് ചെയ്യാം? ഇനെ നമുക്ക് എന്ത് ചെയ്യാം?
ID എന്ന് പറഞ്ഞ് റൈറ്റ് ചെയ്യാം. ഓക്കെ, ID എന്ന് പറഞ്ഞ് റൈറ്റ് ചെയ്തു. അപ്പോൾ ഈ ഡിറൈവ്സ് ID, ഈ പ്ലസ് ഇനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ID പ്ലസ് ഇ. ID പ്ലസ് ഇനെ നമുക്ക് എന്ത് ചെയ്യാം, ഇനെ നമുക്ക് എന്ത് ചെയ്യാം, ഇ സ്റ്റാർ ഇ എന്ന് പറഞ്ഞ് റീറൈറ്റ് ചെയ്തൂടെ. അപ്പോൾ ഇ സ്റ്റാർ ഇ എന്ന് റീറൈറ്റ് ചെയ്തു. ഇനി ഇനെ നമ്മൾ എന്ത് ചെയ്തു, ID പ്ലസ് ID എന്ന് ID സ്റ്റാർ I എന്ന് പറഞ്ഞ് റൈറ്റ് ചെയ്തു. പിന്നെ ID സ്റ്റാർ ഇനെ നമുക്ക് പിന്നെയും എന്താണ് ID എന്ന് പറഞ്ഞ് നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രിങ് കിട്ടി. ID പ്ലസ് ID സ്റ്റാർ ID എന്ന് പറഞ്ഞ് നമ്മൾ റീറൈറ്റ് ചെയ്തു. ഇതാണ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, അതായത് ഈ സ്ട്രിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ഡെറിവ് ചെയ്തെടുത്തത്. അതിന് പകരം നമുക്ക് റൈറ്റ് സൈഡിൽ നിന്നാണ് ചെയ്യേണ്ടതെങ്കിൽ അതിനെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയും. ഓക്കെ, ഇത് ലെഫ്റ്റ് ടെർമിനലിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്നും, റൈറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്നും പറയാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഈ ഗ്രാമർ, ഒരു സ്ട്രിങ് കിട്ടി, ഈ ഗ്രാമർ വെച്ച് അക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാർസ് ട്രീ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇ ഡിറൈവ്സ് ഇ പ്ലസ് ഇ എന്ന് പറഞ്ഞു എഴുതി. ഓക്കെ, അതിനെ നമ്മൾ ആദ്യം ഇ ഡിറൈവ്സ് ഇ പ്ലസ് ഇ എന്ന് പറഞ്ഞു. ഇ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർട്ടിങ് സിമ്പിളാണ്, അഥവാ റൂട്ടാണ്, റൂട്ട് നോഡാണ്. അപ്പോൾ ഇ എഴുതി, ഇ പ്ലസ് ഇ എന്ന് എഴുതി ഈ ഗ്രാമർ വെച്ച് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ ഇനെ നമ്മൾ എന്ത് ചെയ്തു, ID ആക്കി റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ID ആക്കി റീപ്ലേസ് ചെയ്തു. അതിനുശേഷം എന്താണ്, അതിനുശേഷം ഇ സ്റ്റാർ ഇനെ നമ്മൾ എന്ത് ചെയ്തു, ഇ സ്റ്റാർ ഇ എന്ന് പറഞ്ഞ് ഒരു ബ്രാഞ്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇനെ നമ്മൾ ഇ സ്റ്റാർ ഇ എന്ന് പറഞ്ഞ് നമ്മൾ റൈറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ്, ഈ ഒരു ഇനെ നമ്മൾ ID ആക്കി, അതുപോലെ തന്നെ ഈ ഒരു ഇനിയും നമ്മൾ ID ആക്കി. ഓക്കെ, ID പ്ലസ് ID സ്റ്റാർ ID. നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്, നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സിൻടാക്സ് അനാലിസിസ് ആണ്. സിൻടാക്സ് അനാലിസിസ് എന്ന് പറയുന്നത് കമ്പൈലറിൻ്റെ സെക്കൻഡ് ഫേസ് ആണ്. സിൻടാക്സ് അനലൈസർ എന്ത് ചെയ്യുന്നു, ദി പാഴ്സർ റിസീവ് എ സ്ട്രീം ഓഫ് ടോക്കൺസ് ഫ്രം ദി ലെക്സിക്കൽ അനലൈസർ ആൻഡ് വെരിഫൈ ദി സ്ട്രിങ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ ദി ഗ്രാമർ ഫോർ ദി സോഴ്സ് ലാംഗ്വേജ് ബൈ ദി കൺസ്ട്രക്റ്റഡ് പാഴ്സ് ട്രീ. എന്താണ് ചെയ്തത്, ഒരു പാഴ്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്തത്. അതായത് സെക്കൻഡ് ഫേസ് നമ്മുടെ ഫസ്റ്റ് ഫേസ് ആയ ലെക്സിക്കൽ അനലൈസറിൻ്റെ ഔട്ട്പുട്ടായ സ്ട്രീം ഓഫ് ടോക്കൺസ് യൂസ് ചെയ്തിട്ട് ആ ഒരു ടോക്കൺസിനെ വെരിഫൈ ചെയ്ത് ഒരു ഗ്രാമർ ജനറേറ്റ് ചെയ്തു. ആ ഗ്രാമർ വെച്ച് ഒരു പാഴ്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത് G = VTPS ആണ്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ടെർമിനൽ, G എന്ന് പറഞ്ഞാൽ ഗ്രാമർ, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ടെർമിനൽ, T എന്ന് പറഞ്ഞാൽ ടെർമിനൽസ്, P എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ, S എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സിമ്പിൾ. ഇതെല്ലാം ചേർന്നതാണ് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഈ കാണുന്നതാണ് നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടെർമിനൽസ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ടെർമിനൽസ്, സ്മോൾ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. ID, ഇഫ്, അതായത് ബോൾഡ് ഫേസ് സ്ട്രിങ്സ് ഒക്കെ ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പങ്ക്ച്വേഷൻ സിമ്പിൾസ് ഒക്കെ, അതായത് കോമ, പാരാന്തസിസ് അങ്ങനെയുള്ളതെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റ് 0, 1 up to 9 വരെയുള്ളതും, അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സിനെ എല്ലാം ഡിനോട്ട് ചെയ്യുന്നു നോൺ ടെർമിനൽസ് ആണ്. നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ടെർമിനൽസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള സ്മോൾ ലെറ്റേഴ്സ്, അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ്, കോമ, പാരാന്തസിസ്, ഡിജിറ്റ്സ്, ഇഫ്, ID അതെല്ലാം ടെർമിനൽസ് ആണ്. അതുപോലെ തന്നെ E എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സിമ്പിളാണ്. E ഡിറൈവ്സ് E പ്ലസ് T എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷനാണ്. E ഡിറൈവ്സ് E മൈനസ് T എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷനാണ്. E ഡിറൈവ്സ് T എന്ന് പറയുന്നത് മറ്റൊരു പ്രൊഡക്ഷനാണ്. ഒരൊറ്റ ഗ്രാമറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പ്രൊഡക്ഷൻസ് എഴുതാം. ഈ ഒരൊറ്റ E എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് സിമ്പിൾ ആയിരിക്കും ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. ഈ എല്ലാ പ്രൊഡക്ഷനും Eയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഡിറൈവ്സ് എന്ന് വെച്ച് ഈ ഒരു 3 പ്രൊഡക്ഷനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇപ്പോൾ G = VTPS എന്ന് പറഞ്ഞു, അത് ചില ടെസ്റ്റിൽ ഡിനോട്ട് ചെയ്യുന്നത് വേറെ ലെറ്റർ വെച്ചിട്ടായിരിക്കാം. നമ്മൾ ഡെറിവേഷനാണ് പറഞ്ഞത്. ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്, ഒരു ഗ്രാമർ വെച്ചിട്ട് നമുക്കൊരു സ്ട്രിങ് കിട്ടും. ആ സ്ട്രിങ്ങിനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഗ്രാമർ വെച്ച് എന്ത് ചെയ്യുന്നു, പാഴ്സറിന് ഒരു ഗ്രാമർ ഉണ്ടായിരിക്കും. ആ ഗ്രാമർ വെച്ച് ആ കിട്ടുന്ന സ്ട്രിങ്
അക്സെപ്റ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ ഒരു പാർസ് ട്രീ ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാമറിൽ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡെറിവേഷൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും. ലെഫ്റ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ടെർമിനൽസ് എന്ന് തുടങ്ങുന്നതിനെയാണ് ലെഫ്റ്റ് മോസ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടെർമിനലിൽ തുടങ്ങുന്നതാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. നമ്മൾ പിന്നെ ഒരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്തു. നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഗ്രാമറാണ്, നമ്മുടെ കയ്യിലുള്ള ഒരു പാഴ്സറിൻ്റെ ഒരു ഗ്രാമറാണിത്. ഇ ഡിറൈവ് ഇ പ്ലസ് ഇ ഡിറൈവ് ഇ സ്റ്റാർ ഇ ഡിറൈവ് ഇ മൈനസ് ഇ ഡിറൈവ് പാരാന്തസിസ് ഇ ഡിറൈവ് ഐ ഡി. ഓക്കെ, ഇതാണ് കിട്ടുന്ന സ്ട്രിങ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സ്ട്രിങ് ഈ ഗ്രാമർ വെച്ച് റീപ്ലേസ് ചെയ്തു. അതിനുശേഷം ഒരു പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.